Hi friends, welcome back to EduOn Maths Challenge. അത് നമ്മൾ LDCക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മാത്സ് ചലഞ്ച് തുടങ്ങിയിരുന്നു. അതിൻ്റെ എപ്പിസോഡ് നമ്പർ 3 ആണ്. അപ്പോൾ ഇന്ന് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ക്ലോക്കാണ്. കണക്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലോക്കിലെ ക്വസ്റ്റ്യൻ ഇതാണ്: 3-നും 4-നും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ സൂചികൾ തമ്മിൽ ഒരേ ദിശയിൽ വരിക? ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുമോ? അത് മറ്റൊരു ചോദ്യം കൂടി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഒരു ബെല്ലും ക്ലോക്കൊക്കെ ഉള്ള ചോദ്യമാണ്. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു ആർ വാച്ചിങ് EduOn ലേണിംഗ് സൊല്യൂഷൻസ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ചലഞ്ച് ഇവിടെ തുടങ്ങുകയാണ്. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ക്ലോക്കാണ്. ക്ലോക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? വീഡിയോയുടെ ഒപ്പം തന്നെ ടെലിഗ്രാമിൽ നമ്മൾ EduOn ലേണിംഗ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. നമുക്കെന്താണ്, ഒരു ക്ലോക്ക് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. അതിൽ കൂട്ടിമുട്ടുന്ന ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. നോക്കി, ക്ലോക്കിലെ സൂചികൾ തമ്മിൽ ശരി കൂട്ടിമുട്ടില്ലേ? പല പല സമയത്തായിട്ടാണിത് കൂട്ടിമുട്ടുക. 3-നും 4-നും ഇടയ്ക്കുണ്ട്, 4-നും 5-നും ഇടയ്ക്കുണ്ട്. എൻ്റെ ഒരു ചോദ്യം ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. എന്താ സംഭവം എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം കൂട്ടിമുട്ടും തമ്മിൽ ഒരേ ദിശയിൽ വരിക എന്നുള്ളതല്ലേ കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു സൂചിയിൽ നമ്മൾ ക്ലോക്കിലെടുത്ത് തന്നെ നമ്മളെന്താണ്, ഈ ഒരു സമയം 3-നും 4-നും ഇടയ്ക്ക് ഒരേ ദിശയിൽ വരുന്നതാണ് നമ്മളെന്താണ് കൂട്ടിമുട്ടുക എന്ന് പറയുന്നത്. ആ ഏത് സമയത്താണ്, നോക്കി, 3-നും 4-നും ഇടയ്ക്കുള്ള ഈ സമയം ഏത് എന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കാറ് പലപ്പോഴും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം ക്ലോക്കിലെ സൂചികൾ തമ്മിൽ കൂട്ടിമുട്ടും എന്നുള്ളത് പഠിച്ചു വെക്കുക. അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്, 11 എന്ന് പഠിച്ചു വെക്കുക. എന്താ 11 എന്ന് പറഞ്ഞാൽ? 11 പ്രാവശ്യം. അതായത് ഒരു കൃത്യമായിട്ട് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്താൽ കഴിഞ്ഞാൽ മനസ്സിലാവും, ക്ലോക്കിലെ സൂചികൾ ആദ്യം 12 മണിക്ക് തമ്മിൽ കൂട്ടിമുട്ടും. 12 മണി പിന്നെ 1-നും 2-നും ഇടയ്ക്ക് ഒരു പ്രാവശ്യം. നിങ്ങൾ വീട്ടിൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ തിരിച്ചു നോക്കുക. ഞാനിപ്പോൾ തിരിച്ച് കേടുവന്ന് പോയ ക്ലോക്കാണ്. അപ്പോൾ 2-നും 3-നും ഇടയ്ക്ക് ക്ലോക്കിലെ സൂചികൾ കൂട്ടിമുട്ടും. അപ്പോൾ 12 1-നും 2-നും ഇടയ്ക്ക്. അപ്പോൾ മൊത്തത്തിലൊരു 11 പ്രാവശ്യമാണ് വരിക ക്ലോക്കിലെ സൂചികൾ തമ്മിൽ. എത്ര മണിക്കൂറിലാണ്? 12 അവേഴ്സിലാണ്. നിങ്ങൾ മൈൻഡിലൊന്ന് ആലോചിച്ച് നോക്കുക. 12-ൻ്റെ അല്ലേ, 12-ൽ ഒരു പ്രാവശ്യം കൂട്ടിമുട്ടും. പിന്നെ നമുക്കെന്താണ്, 1-നും 2, 2, 3 അങ്ങനെയാണ് 11 പ്രാവശ്യമാവുന്നത്. ഇനി ആ സമയം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോയിലുള്ള ഒരു പോയിന്റ് നമുക്ക് എടുത്തു നോക്കാം. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 4-നും 5-നും ഇടയ്ക്ക് ആയിക്കോട്ടെ ഈ ക്വസ്റ്റ്യൻ. 4-നും 5-നും ഇടയ്ക്ക് ഞാൻ തിരിച്ച് കേടുന്ന ക്ലോക്കാണ്. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ എന്താണ്, 4-നും 5-നും ഇടയ്ക്ക് എത്ര പ്രാവശ്യം, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യമുള്ളൂ അല്ലേ? ചോദ്യം എന്താണ്, ഏത് സമയത്താണ് ക്ലോക്കിലെ സൂചികൾ തമ്മിൽ കൂട്ടിമുട്ടുക? സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ, 4-നും 5-നും ഇടയ്ക്ക്, 4-നും 5-നും ഇടയ്ക്ക് ഏത് സമയത്താണ് ക്ലോക്കിലെ സൂചികൾ തമ്മിൽ ഒരേ ദിശയിൽ വരിക? കൂട്ടിമുട്ടുക എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ എത്ര ചെയ്താൽ മതി, ഒരു സംഖ്യ അങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. 60/11 എന്നുള്ള സംഖ്യ കാണാതെ പഠിക്കുക. എന്താണ് സംഭവം? ഇപ്പോൾ തന്നെ കാണാൻ പഠിച്ചു വെച്ച് ക്ലോക്കിൽ കൂട്ടിമുട്ടുമ്പോൾ 60/11. അപ്പോൾ എടുത്തോ സംഭവം 60/11 ആലോചിച്ച് വെച്ചോ, മനസ്സിലാലോചിച്ച് വെക്കുക. കൂട്ടിമുട്ടുമ്പോൾ 60/11 ഇൻറ്റു ചെറിയ സമയം. ഞാൻ പണ്ട് പഠിച്ചിട്ടില്ല, പിന്നെ മറന്നിട്ടേ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് 60/11? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ ടെലിഗ്രാം ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം, നമ്മൾ റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഈ ക്ലോക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഗുലറായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ഈ സംഭവം നമ്പർ മറന്നു പോവുകയില്ല. അപ്പോൾ 60/11 ഇൻറ്റു ചെറിയ സമയം എടുത്തു. ഇതിലേതാ ചെറിയ സമയം? 4-ആണോ 5-ആണോ ചെറുത്? 4 ചെറുത്. അപ്പം നമുക്കെടുത്തു 4 എടുത്തു ചെറിയ സമയം. അതിന് മുന്നേ 60/11 ഉണ്ട് കേട്ടോ, ഇൻറ്റു 4. അപ്പോൾ എന്താണോ കിട്ടുന്നത് നമുക്ക് നോക്കി നോക്കാം. 240/11 ഇതല്ലേ വരിക. അപ്പോൾ 4-നും 5-നും ഇടയ്ക്ക് ഏത് സമയത്തല്ല, എത്ര സമയത്താണെന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താണ് പറയുക, ലോജിക്കാണ് നമ്മൾ പറഞ്ഞത്. എന്താ നമ്പർ ആലോചിച്ച് നോക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ പഠിച്ചിട്ട് പോയ വേറെ സമയമില്ലേ നമുക്ക് ഇനി പഠിക്കാൻ. എക്സാമൊക്കെ അടുത്ത് വരികയാണ്, LDCയുടെ എക്സാം. 60/11 ഇൻറ്റു ചെറിയ സമയം. നമുക്ക് 240/11 ഒന്ന് ചെറുതാക്കി ഒന്ന് പോയിന്റ് ആക്കി നോക്കാം. എന്താ വരിക എന്നുള്ളത് പോയിന്റ്. 240/11 നമുക്ക് ഹരിക്കുമ്പോൾ 240/11, 2 11 22, ബാക്കി 2 20, ബാക്കി 1 11 9 വരും അല്ലേ? ബാക്കി പോയിന്റ് എന്താ വരിക ഇവിടെ? 21.8 അല്ലേ വരിക? 8/88.
അപ്പോൾ 21.8 എന്നാണ് ഓൾമോസ്റ്റ് ഒരു ഏകദേശം ആൻസർ വരിക. ഇതെങ്ങനെ സമയം നമുക്ക് കണ്ടുപിടിക്കാം? സംഭവം എത്രയേ ഉള്ളൂ, 4നും 5നും ഇടയ്ക്ക് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4നും 5നും ഇടയ്ക്ക് ഈ 21.8 മിനിറ്റ് എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതെങ്ങനെയാണ് സംഭവം? 21.8 മിനിറ്റ്, അതായത് 4 മണി കഴിഞ്ഞ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെ വരും കേട്ടോ. ഉത്തരം പല പല ഓപ്ഷൻസ് വരും. അതായത് ചോദ്യത്തിൻ്റെ ആൻസർ കീയിൽ തന്നെ 4 ഓപ്ഷനല്ലേ നമുക്ക് PSC ഉള്ളത്. അതായത് 4 മണി ഒരു ഓപ്ഷൻ ഇങ്ങനെ ഉണ്ടാവുക. 4 മണി കഴിഞ്ഞ് ഒരു 25 മിനിറ്റിൽ ആണ് കൂട്ടിമുട്ടുക എന്ന് പറയും. 25 മിനിറ്റിൽ. സെക്കൻഡ് ഓപ്ഷൻ വരും 4 മണി കഴിഞ്ഞ് 21.8 മിനിറ്റ് കഴിഞ്ഞ്. ഇതിലേതാണ് നിങ്ങൾ എടുക്കുക? അപ്പോൾ നമ്മൾ ചെയ്ത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 4 മണി കഴിഞ്ഞിട്ടല്ലേ കൂട്ടിമുട്ടുക. 4നും 5നും ഇടയ്ക്ക് കൂട്ടിമുട്ടണമെങ്കിൽ തന്നെ 4 മണി കഴിയണം. അപ്പോൾ 4 മണി കഴിഞ്ഞ് 21.8 മിനിറ്റിന് ശേഷമാണ് ക്ലോക്കിൽ സൂചികൾ തമ്മിൽ കൂട്ടിമുട്ടുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ എൻ്റെ അടുത്ത് ക്ലോക്കുള്ളത്, ഞാൻ ഇങ്ങനെ തിരിച്ചിരിച്ചാണ് ക്ലോക്ക് കിടന്നു കേട്ടോ സംഭവം. അപ്പോൾ ഇത് 4 മണിയാണ്. 4 മണി കഴിഞ്ഞ് എത്രയാണ്? 21.8 മിനിറ്റ്. 4 മണി കഴിഞ്ഞ് 21.8 മിനിറ്റ് കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് കൂട്ടിമുട്ടുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ പഠിച്ചു വെച്ചു. നമ്പർ എത്രയോ ആലോചിച്ച് നോക്കി. നമ്പർ 60/11 ഇൻറ്റു ചെറിയ സമയം, വലിയ സമയം മാറ്റി വയ്ക്കരുത്. അപ്പോൾ ആൻസർ കീയിൽ എങ്ങനെ ഉണ്ടാവും അതുകൂടി പഠിച്ചു വയ്ക്കുക. 4 മണി കഴിഞ്ഞ് ഈ ഒരു സംഭവം നോക്കിയാൽ പോരെ എന്താ ഉത്തരം കിട്ടുന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ, ചലഞ്ചിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡിയാണോ? ഞാൻ റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 3നും 4നും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ സൂചികൾ തമ്മിൽ ഒരേ ദിശയിൽ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. 3 ഉണ്ട്, 4 ഉണ്ട്. നമ്മൾ നമ്പർ മറന്നു പോകരുത്. എന്താ നമ്പർ എന്താണ്? 60/11 എടുക്കാം. ഇൻറ്റു ചെറിയ സമയം എടുത്തു. അപ്പോൾ 6 3 180/11 എടുക്കുക. എത്രയാണോ വാല്യൂ ഉള്ളത് അത് 3 മണിക്ക് ശേഷമുള്ളത് എടുക്കാം. അതായത് 3 മണി കഴിഞ്ഞ് ഈ 180/11 ചിലപ്പോൾ വരട്ടോ. ഇങ്ങനെ ആൻസർ ചിലപ്പോൾ വരാം ഭിന്നസംഖ്യയിൽ, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ 180/11 നമുക്ക് ചെറുതാക്കി എടുത്ത് നോക്കാം. 180/11 അല്ലേ ആൻസർ എന്താ വരിക? 1/11 ഉള്ളൂ, ബാക്കി 7 70. ഒരു 6/11 66 ഉള്ളൂ, ബാക്കി എത്ര വരും? ഒരു 4 വരും. 66 4 70 40 വരും. 3/11 33 വരും. അപ്പോൾ 16.3 വരിക. 16.3. അപ്പോൾ ആൻസർ ശരിക്കും കൃത്യമായിട്ട് പറയുമ്പോൾ എന്താ വരിക? 3 മണി കഴിഞ്ഞ് 16.3 മിനിറ്റ്. അത്രയും സമയം കഴിയുമ്പോഴാണ് കൂട്ടിമുട്ടുക. അപ്പോൾ ഈ ചലഞ്ചിൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ഒരു ക്വസ്റ്റ്യനാണ്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുക. ആൻസർ ക്ലിയർ ആണെങ്കിൽ ഓക്കെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. നമ്മൾ വീഡിയോയുടെ ഒപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. നമുക്ക് അടുത്ത ചലഞ്ചിൽ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്, ഇത് ശരിയാവണമല്ലോ. ഇത് പലപ്പോഴും നിങ്ങൾ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ശരിയാവോ ഇല്ലേ, ഇതൊരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഇതിനൊരു ഉത്തരം നമുക്ക് പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുകയും. എൻ്റെ ചോദ്യം കേട്ടോ, 11നും ഞാൻ ക്വസ്റ്റ്യൻ സ്ക്രീനിലൊന്നും കാണിക്കുന്നില്ല, ഇതാണുള്ളത് 12നും ഇടയ്ക്ക്. അപ്പോൾ എപ്പോഴാണ് കൂട്ടിമുട്ട ഈ 11നും 12നും ഇടയ്ക്ക്? ഇതേ ക്വസ്റ്റ്യനിൽ മാറ്റമൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ സെയിം ക്വസ്റ്റ്യനാണ്. 11നും 12നും ഇടയ്ക്ക് എപ്പോഴാണ് കൂട്ടിമുട്ട നമുക്ക് വെറുതെ നോക്കാം. 60/11 എടുത്തു, ചെറിയ സമയം എടുത്തു 11. അപ്പോൾ ഈ 11 ചെറിയ സമയം, 11 12 ഇടയ്ക്ക് ഈ 11 കട്ടായിപ്പോയി 60 മിനിറ്റ്. ഇതിൻ്റെ ഒരു സംഭവം നമുക്ക് എടുത്തു നോക്കാം. ഇതിൽ ആൻസർ ശരി തന്നെയാണ്. അതായത് 11 മണി കഴിഞ്ഞ് നമ്മൾ ആൻസർ എങ്ങനെയാണ് വരിക? 11 മണി കഴിഞ്ഞ് അതല്ലേ വരിക? 11 മണി കഴിഞ്ഞിട്ടാണ്, ആലോചിച്ച് നോക്കി കൃത്യമായിട്ട്. 11 മണി കഴിഞ്ഞ് 60 മിനിറ്റിന് ശേഷം 60 മിനിറ്റിന് ശേഷം അയ്യോ അപ്പോൾ ശരിയാവും. ഈ 11 മണി കഴിഞ്ഞൊരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ശരിയാണ്. ശരിക്കും ആലോചിച്ച് നോക്കി, 11 മണി കഴിഞ്ഞ് 60 ഈ 60 മിനിറ്റ് എന്താണ്? 1 മണിക്കൂറല്ലേ? അപ്പോൾ ശരിക്കും 11നും 12നും ഇടയ്ക്ക് ഇവ തമ്മിൽ കൂട്ടിമുട്ടുമോ? അതിൻ്റെ ആൻസർ ശരിക്കും പറയുകയാണെങ്കിൽ 11 കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് കൂട്ടിമുട്ടുക?
11 മണി കഴിഞ്ഞ് 60 മിനിറ്റ്. അതായത് 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ് പറഞ്ഞാൽ 11ഉം 1 മണിക്കൂറും 12 മണിക്കാണ് കൂട്ടിമുട്ടുക. ക്ലോക്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഇത് തെറ്റായ ക്ലോക്ക് ആവുകൊണ്ടുള്ളൊരു കുഴപ്പമുണ്ട് ഇതിന്. ഇതിൽ നമുക്ക് ഇത് കുറേ തിരിക്കേണ്ടി വരും. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു 10-11 മണി എടുത്തു. ക്ലോക്ക് ശരിയായാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. 11 മണി കഴിഞ്ഞ് കോയിൻസൈഡ് ചെയ്യുന്ന ടൈം നിങ്ങൾ നോക്കി നോക്കി. ഇത് 11 മണി കേട്ടോ. 11 മണി എടുത്തു. 11 മണി എടുത്തിട്ട് ഞാൻ എന്ത് വെച്ചാൽ കൂട്ടിമുട്ടാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഏകദേശം നോക്കി അവിടെ 12 മണി തന്നെയാണ് ക്ലോക്കിൽ. ഓക്കെ 12 മണി തന്നെയാണ്. ഈ ഒരു ക്ലോക്ക് ഞാൻ തിരിച്ച് എടുത്തത്. നിങ്ങൾ വീട്ടിലൊന്ന് തിരിച്ചു നോക്കുക, വെറുതെ ക്ലോക്ക് എടുത്തത്. 11 മണി കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോഴേ 11 കഴിഞ്ഞാൽ പിന്നെ 12ലാണ് സൂചികൾ തമ്മിൽ കൂട്ടിമുട്ടുക. അപ്പോൾ ആ ഫാക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ റെഡിയാണ്. നിങ്ങൾ അടുത്ത ചലഞ്ചിന് റെഡി ആണെങ്കിൽ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. ചലഞ്ചിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിൽ കാണാം. ഒരു ക്ലോക്കിൽ 2 മണിയടിക്കാൻ 5 സെക്കൻഡ് വേണം. 4 മണിയടിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നുള്ളതാണ്. അപ്പോൾ 2 ബെല്ലടിക്കാൻ അല്ലേ, 2 ബെല്ലടിക്കാൻ എത്ര നമ്മൾ സമയം പറഞ്ഞിട്ടുള്ളത്? 5 സെക്കൻഡാണ്. അങ്ങനെ എളുപ്പമല്ലേ? 4 ബെല്ല് പറയുമ്പോൾ 2ൻ്റെ ഇരട്ടി 10 എടുത്താൽ പോരെ. ഇവിടെയാണ് നമ്മളെല്ലാവരും തെറ്റുക. നമ്മൾ തമ്മിൽ തെറ്റില്ല, പക്ഷേ ക്വസ്റ്റ്യനും നമ്മൾ തമ്മിലുള്ളൊരു കണക്ഷൻ ശരിയാവില്ല. ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? അപ്പോൾ നമുക്കൊരു ടെസ്റ്റിംഗ് നടത്തി നോക്കാം. നമ്മളിത് എപ്പോഴും ഡെമോ കാണിച്ചു കൊടുക്കും. നമുക്ക് ബെല്ലടിച്ച് നോക്കണം. നമ്മളൊരു സ്കൂളിൽ ബെല്ലോ ക്ലാസ്സിലോ എന്ത് ബെല്ലായാലും വേണ്ടില്ല. ഞാൻ സ്കൂളിൽ ഒരു ബെല്ലടിക്കാൻ പോകുന്നത്. ഇത് ക്ലോക്കിലാണെന്ന് പറഞ്ഞില്ല, എന്നാലും ഒരു ബെല്ലടിച്ചു അല്ലേ, ഒരു ബെല്ലടിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അടുത്ത ബെല്ലടിച്ചു. അപ്പോൾ ശരിക്കും നോക്കി 2 ബെല്ല്, ഒരു ബെല്ലടിച്ചു കേട്ടോ ഞാനിവിടെ. കുറച്ച് സമയത്തിന് ശേഷം അടുത്ത ബെല്ലടിച്ചു. ഈ ഒരു സമയമല്ലേ 5 സെക്കൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം എടുക്കാൻ. അതായത് ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഇടവേളയാണ് 5 സെക്കൻഡ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വേറെ ഇടവേള, ചിലപ്പോൾ നമ്മൾ ഇടവേള ബാബു, അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മളെന്താണ് വേറെ രീതിക്ക് ചിന്തകൾ പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഒരു ബെല്ല് 2 ബെല്ല് കണക്ട് ചെയ്യാൻ 5 സെക്കൻഡ്. അപ്പോൾ എന്താണ് നമുക്കിത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒറ്റ ഒരു ഗ്യാപ്പല്ലേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് 4 ബെല്ലിൻ്റെ കേസ് എടുക്കാം. ഒരു ബെല്ലടിച്ചു, 2 ബെല്ല്, 3 ബെല്ല്, 4 ബെല്ലടിച്ചു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഒരൊറ്റ ഗ്യാപ്പേ ഉള്ളൂ. അതിനാണ് 5 സെക്കൻഡ് സമയം എടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. എപ്പോഴും നിങ്ങൾ ഒരു എന്താ പറയുക ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു ബെല്ലടിച്ചു, രണ്ടാമത്തെ ഒരു ബെല്ലടിച്ചു. അതല്ല ഈ 5 സെക്കൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട് ആൻസർ ആലോചിച്ച് നോക്കിയേ. 1, 2, 3. അപ്പോൾ ഈ ഓരോന്നും 5 സെക്കൻഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ വരിക? ഒരു ബെല്ല്, 2 ബെല്ല്, 3 ബെല്ല്, 4 ബെല്ലുണ്ട്. ഇതിൻ്റെ ഗ്യാപ്പ് ഇൻ്റർവെല്ലും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്ത് വരും? 5ഉം 5ഉം 10ഉം 5ഉം 15 ആൻസർ വരിക. നമ്മളെ കണക്കനുസരിച്ച് 10 എടുത്ത് വെക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 2 ബെല്ലടിക്കാൻ 5 ആണെങ്കിൽ 4 ബെല്ലടിക്കാൻ 5ൻ്റെ ഇരട്ടി 10. അങ്ങനെയല്ലല്ലോ വരിക. അപ്പോൾ എപ്പോഴും കൺഫ്യൂഷനുള്ള കാര്യമാണ്. നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ആൻസർ ഉള്ളൂ. ഈ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്ക്രീനിൽ ഇവിടെ കാണാം. ഒരു ക്ലോക്കിൽ 4 ബെല്ലടിക്കാൻ 12 സെക്കൻഡ് എടുത്തു. 4 ബെല്ലടിക്കാൻ 12 സെക്കൻഡ് സമയം എടുത്തു. അങ്ങനെയാണെങ്കിൽ 6 ബെല്ലടിക്കാൻ എത്ര സമയം എടുത്തു? 6ൻ്റെ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ചിത്രം വരച്ച് നോക്കാം. നമുക്ക് തുടക്കത്തിലൊക്കെ നമ്മൾ ചിത്രം വരച്ച് പഠിക്കാനല്ലേ. കണക്ക് എന്തുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? സയൻസ് എന്ന് പറയുമ്പോൾ ഒരു പിക്ചർ നമ്മുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ എന്താണ് പറയുക, വേറെ എല്ലാത്തിലും നമുക്ക് ചിത്രം കാണാം. ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ കണക്കിന് ചിത്രമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മളെന്താണ് പിക്ചറായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം. ഇവിടെ ഇതുപോലെ 4 ബെല്ലുണ്ട്. നോക്കി 4 ബെല്ലടിച്ചു. എത്ര സമയം എടുത്തു ഇവിടെ? 12 സമയം. 12 എടുത്തിട്ടുള്ളത് മൊത്തത്തിൽ. ഈ 4 എണ്ണത്തിന് മൊത്തത്തിനും കൂടിയാണ് 12. നോക്കി എത്ര ഗ്യാപ്പ് ഇടുന്ന അലിച്ചു നോക്കിയാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഇടില്ല. ഇവിടെ 1, 2, 3. അതായത് ഈ 3 ഇടവേള, ഈ 3 ഗ്യാപ്പിൻ്റെ ടൈമാണ് 12 സെക്കൻഡ്. 3 ഗ്യാപ്പിൻ്റെ ഈ ഒരു ടൈമാണ് 12 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം എത്രയാണ് ആദ്യം കണ്ടുപിടിക്കുക. അതല്ലേ വേണ്ടത്. സംഭവം ഇത് പൊതുവെ ഹയർ ലെവൽ സംഭവമാണ്. നമ്മളിപ്പോൾ എന്താണ് LDC മാത്സ് ചലഞ്ച് Day 1, Day 2 ഒക്കെ നമ്മൾ ചെയ്തു. Day 3 കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്, ഹയർ ലെവലാണ്.
അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ടെലിഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് ഈസി ആയിരിക്കും. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്സ് ചലഞ്ചിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ കൃത്യമായിട്ട് വീഡിയോ കാണും. അപ്പോൾ അടുത്തടുത്ത ലെവലിലേക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ. എക്സാമിനും നമ്മൾ എന്താണ് വലിയ വലിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കഴിഞ്ഞ LDCയുടെ മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, ആ ലെവലിലായിട്ട് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പഠിക്കണം. 4 ബെല്ല് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. എത്ര ഗ്യാപ്പ് ഉണ്ട് ഇവിടെ? ഈ 3 ഗ്യാപ്പിനാണ് 12 സെക്കൻഡ് വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഓരോ ഗ്യാപ്പിനും എത്രയായിരിക്കും വരിക? 3 തേങ്ങയുടെ വില 12 ആണെന്ന് വിചാരിക്കുക. ഒരു തേങ്ങയുടെ വില എത്രയായിരിക്കും? 12/3, 4 സെക്കൻഡല്ലേ വരും ഇവിടെ. അപ്പോഴല്ലേ ശരിയാവുള്ളൂ. ഇത് 4 സെക്കൻഡ്, ഇവിടെയും 4 സെക്കൻഡ്, ഇവിടെയും 4 സെക്കൻഡ്. അപ്പോൾ 1, 2, 3, 3, 4, 12 ആൻസർ കിട്ടി. 12 സെക്കൻഡ് ആൻസർ കിട്ടി. അപ്പോൾ ഓരോ ഗ്യാപ്പിനും 4 സെക്കൻഡ് വെച്ചിട്ടുള്ളത്. ഇനി 6 ബെല്ലടിക്കാൻ നമുക്ക് നോക്കി നോക്കാം. ശരിക്കും 6 ബെല്ലടിക്കാൻ 5 ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം കേട്ടോ. നോക്കി 1, 2, 3, 4, 5. 6 ബെല്ലടിക്കാൻ എത്ര ഗ്യാപ്പ് ഉണ്ടാവും? 1, 2, 3, 4, 5. അപ്പോൾ 5 ഗ്യാപ്പാണുള്ളത്. ഓരോന്നിനും ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. 4 സെക്കൻഡ് 4 സെക്കൻഡ് വെച്ച് എഴുതി വെക്കാം. 1, 2, 3, 4, 5. 5, 4, 20 ആൻസർ കിട്ടും. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ചിത്രം വരയ്ക്കാതെ കണ്ടുപിടിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, തുടക്കത്തിൽ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ചിത്രം വരയ്ക്കാതെ നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 4 ബെല്ലടിക്കാൻ 12 അല്ലേ? ഈ 4 ബെല്ലടിക്കുമ്പോൾ എത്ര ഇടവേള ഉണ്ടാവും? 3. അപ്പോൾ 3 ഇടവേള, 3 ഗ്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. 12 സെക്കൻഡാണ്. അപ്പോൾ ഒരു ഗ്യാപ്പിന് എത്ര ഉണ്ടായിരിക്കും? 4 സെക്കൻഡ്. ഇതാണ് കേട്ടോ നമ്മൾ ചിത്രം വരയ്ക്കാതെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 6 ബെല്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 5 ഗ്യാപ്പാണ് ഉണ്ടാവുക. ഒരു ഗ്യാപ്പിന് 4 ആണെങ്കിൽ 5 ഗ്യാപ്പിന് 5, 4, 20 വരും. ആൻസറായി. ഇനി അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് മുതൽ ഇതേപോലെ ചെയ്ത് നോക്കാം, ചിത്രം വരയ്ക്കാം. പക്ഷേ ഒരുപാട് വലുതൊക്കെയാണ് ചിത്രം വരയ്ക്കാൻ കൺഫ്യൂഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബെല്ലെന്ന് പറയുന്നത് ആദ്യം ഒരു ബെല്ലടിച്ചു, കുറച്ചുകൂടി കഴിഞ്ഞ് വേറൊരു ബെല്ലൊരു ഗ്യാപ്പുണ്ട്, അതായിട്ട് വേറൊരു ബെല്ല് വേറൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലോക്കിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ കൂടി പഠിക്കണം. നിങ്ങളിപ്പോൾ തന്നെ ഇട്ട് പോയി കഴിഞ്ഞാൽ സംഭവം ഇത് കംപ്ലീറ്റ് എന്താണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ക്ലോക്കിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്ലോക്കിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്ലോക്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചലഞ്ചിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലോക്കിൽ 12 മണി അടിക്കാൻ 22 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 6 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും എന്നാണ് ചോദിച്ചത്. 12 മണി എന്ന് പറഞ്ഞു അല്ലേ? 12 ബെല്ലിന് എത്ര ടൈം എടുത്തു? 22 സെക്കൻഡാണ്. നമ്മോട് ചോദിച്ചത് 6 ബെല്ലടിക്കാൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാക്കേണ്ട പോയിന്റ്, 12 ബെല്ലടിക്കാൻ 11 ഗ്യാപ്പാണുള്ളത്. ആ ഒരു ഇടവേള ഗ്യാപ്പ് പഠിച്ചു വയ്ക്കുക, ഇടവേള. അപ്പോൾ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കി വെച്ചു. അപ്പോൾ എന്തായാലും 11 ഗ്യാപ്പിന് 22 സെക്കൻഡല്ലേ ഉള്ളത്. അപ്പോൾ ഒരു ഗ്യാപ്പിൻ്റെ സമയം എത്ര വരും? 11 22 ഡിവൈഡ് ചെയ്തു. 11 തേങ്ങയുടെ 22 ആണെങ്കിൽ ഒരു തേങ്ങയുടെ 2 അല്ലേ? എടുത്താൽ പോരെ. അപ്പോൾ നമുക്കിവിടെ 6 ബെല്ലടിക്കാൻ എത്ര ഗ്യാപ്പ് ഉണ്ടാവും? 6 ബെല്ലടിക്കാൻ 5 ഇടവേളകൾ ഉണ്ടായിരിക്കും. 5 എണ്ണത്തിന് 5 × 2 10. ആൻസർ ആയല്ലോ, ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻസ് ടെലിഗ്രാമിലുണ്ട്, അതുകൂടി ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആവും. ഓരോ ഏരിയ ബൈ 1 by 1 നമ്മൾ പഠിച്ചു പോവുക. കൃത്യമായിട്ട് എന്താണ് ഒരു എക്സാമിന് നമ്മൾ വെറുതെ പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു ചാനലിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. നമ്മൾ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെന്താണ് വെറുതെ കുറേ ക്ലാസ് നിങ്ങൾ കണ്ടു. അപ്പോൾ ആ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ LDCയുടെ കോഴ്സുകളുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരുപാട് ടീച്ചേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു വളരെ ചെറിയ ആളുകളുടെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്ററാക്റ്റീവായിട്ട് കാര്യങ്ങൾ പഠിക്കാം. 9048679679 ഈ നമ്പറിൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് എന്തായാലും ക്ലോക്കിലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ക്ലോക്കിൽ നമുക്ക് എടുക്കാം. ക്ലോക്ക് എന്ന് പറയുന്നത് നോക്കി, എന്താകൃതിയാണ് ക്ലോക്കിനുള്ളത്? വൃത്തമാണ്. ഇതൊരു കേക്കാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഒരു ക്ലോക്കിലൊരു കേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ ഒരു ഷേപ്പിൽ വൃത്തത്തിലൊരു കേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചിത്രം ഇതാണുള്ളത്. ഇത് ഞാൻ കട്ട് ചെയ്യുകയാണ്. എത്ര പീസായിട്ട് തുല്യമായിട്ട് വീതിക്കാം? നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കട്ട് ചെയ്യല്ലേ? നിങ്ങൾ പറയും ഞാനാണെങ്കിൽ ഒരു 10-50 പീസായിട്ട് കട്ട് ചെയ്യും. ശരിക്കും ഇവിടെ അളവ് ചിത്രവും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമല്ലേ? എങ്ങനെ ഈ 12നും 1നും ഇടയ്ക്കൊരു പീസാക്കല്ലേ?
അതായത് 12നും 1നും ഇടയ്ക്കൊരു പീസാക്കാം. ക്ലോക്കിന് ജസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ കേൾക്കാന്ന് വിചാരിച്ചാൽ മതി. ഈ 1നും 2നും ഇടയ്ക്ക് ഞാൻ വേറൊരു കഷ്ണം എടുക്കുകയാണ്. 2നും 3നും ഇടയ്ക്ക് എത്ര കഷ്ണമാക്കാം? ഇങ്ങനെ എത്ര പീസാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോക്കിന് നമുക്ക് എന്ത് ചെയ്യാം? 12 കഷ്ണങ്ങളാക്കിയിട്ടുള്ളൊരു കേക്ക് അല്ലേ? അതുപോലെ എടുത്ത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഇതിന് ഓരോ പീസും ആക്കുമ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുക. എക്സാമിന് പലപ്പോഴും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ കോണളവ് എത്രയാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഈ കേക്കിൻ്റെ സംഭവം മൊത്തത്തിൽ 360 പഠിച്ചു വെക്കുക. മൊത്തം 360ന് 12 പീസാക്കിയാൽ ഓരോന്നും 30 ഡിഗ്രി എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 30 ഡിഗ്രി എന്നുള്ളത് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കുക. 30 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഈ 30 ഡിഗ്രി വെച്ച് പല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാനുണ്ടായിരിക്കും. പല ക്വസ്റ്റ്യൻസ് നമുക്ക് കണക്ട് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ പലപ്പോഴും ചോദിക്കാറുള്ളത്, നമുക്ക് അതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ക്ലോക്കിനെ 12 തുല്യ കഷ്ണങ്ങളാക്കി അതിൽ 5 കഷ്ണങ്ങൾ ചേർത്ത് വെച്ചാൽ ആകെ എത്ര കോണളവ് ഉണ്ടായിരിക്കും എന്നാ ചോദ്യം. സംഭവം എത്രയേ ഉള്ളൂ, 12 കഷ്ണങ്ങളാക്കിയില്ലേ, നമ്മൾ 12 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 5 കോണളവ് നോക്കി നോക്കിയാൽ ഒരെണ്ണത്തിൻ്റെ 30 അല്ലേ വരിക. നമ്മളിവിടെ 4 എടുത്തു, 5 എടുത്തു. ഈ 5 ചേരുന്ന ഇത് മൊത്തത്തിൽ എത്രയായിരിക്കും കോണളവ് എന്ന് ചോദിച്ചാൽ ഒരെണ്ണത്തിന് 30 നിങ്ങൾ പഠിച്ചു വെച്ചു. 30 5 150 ഡിഗ്രി ആയിരിക്കും ആൻസർ. 4 ചേർത്ത് വെച്ചാലും 120, 4 × 30. അപ്പോൾ ഈ 30ന് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു മണിക്കൂർ, നമ്മൾ ഈ മണിക്കൂർ സൂചിനെ മാത്രം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക. ഇവിടെ പൊതുവേ ഉള്ള ഒരു പ്രശ്നം, നിങ്ങളുടെ പ്രശ്നമല്ല, എൻ്റെ ഭാഗത്തുള്ള പ്രശ്നമാണ്. ഞാൻ തിരിച്ച് കേടി വരുത്തിയതുകൊണ്ട് തന്നെ ഈ മണിക്കൂർ സൂചിക്ക് ഒരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ ശരിക്കും നോക്കുക. ഞാനിവിടെ എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂചികൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിമുട്ടും. നോക്കി, ഇത് ചെറുതായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതായത് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ നോക്കണ്ട. നോക്കുക നമുക്കിവിടെ ഒരു മണിക്കൂറിൽ എത്ര സഞ്ചരിക്കും മണിക്കൂർ സൂചി, അത് മാത്രം നോക്കിയാൽ മതി. 12 മണിയല്ലേ. അപ്പോൾ ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ അങ്ങനെ തിരിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട്. 12 മണിയായിരുന്നു ആദ്യം. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എത്ര മണിയായി കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ 1 മണിയായില്ലേ കൃത്യം. ഒരു കുഴപ്പമില്ല, ക്ലോക്ക് ശരി തന്നെയാണ് നമ്മളെ സംഭവം. ഇത് ഒരു മണിക്കൂറിൽ എത്ര തിരിഞ്ഞു മണിക്കൂർ സൂചി? ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി തിരിഞ്ഞത്, സഞ്ചരിച്ചത് എത്രയാണ്? 12ൽ നിന്ന് 1ലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ് റൊട്ടേഷൻ വന്നിട്ടുള്ളത്, 30 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി എത്ര കോണളവ് സഞ്ചരിക്കും? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി 30 ഡിഗ്രി. ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി 30 ഡിഗ്രി കോണളവ് സഞ്ചരിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 10 മണിക്കൂറിൽ മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കും? 10 മണിക്കൂർ കൊണ്ട് 10 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കും എന്ന് ചോദിച്ചാൽ നോട്ടിൽ എഴുതി വെച്ച് ഓപ്പോസ് കിട്ടും. 10 മണിക്കൂറിൽ മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കും എന്ന് ചോദിച്ചാൽ ഒരു മണിക്കൂറിൽ 30 ആണെങ്കിൽ 10 മണിക്കൂറിൽ 10 × 30. ഓരോ മണിക്കൂറും 30 വെച്ച് അങ്ങനെ പോയി. ആദ്യം 30, വീണ്ടും 30, ഇങ്ങനെ പോയി 10 മണിക്കൂർ കൊണ്ട് 10 പ്രാവശ്യം 30, 300 ഡിഗ്രി കോണളവായി. ക്ലിയർ അല്ലേ? 5 മണിക്കൂർ കൊണ്ട് എത്ര ഉണ്ടായിരിക്കും? 5 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നുണ്ടാവുക. 5 മണിക്കൂർ കൊണ്ട് 5 പ്രാവശ്യം 30, 5 30 ഇവിടെ നിർത്തി. 5 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത് 5 × 30. പലപ്പോഴും എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഒരു ദിവസം മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കും? ഒരു ദിവസം 2 രീതി കണ്ടുപിടിക്കാം കേട്ടോ. ഒരു ദിവസം ശരിക്കും എത്ര മണിക്കൂറുണ്ട്? ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ എത്ര സഞ്ചരിക്കും കണ്ണാടി ചോദിച്ചാൽ ഒരു മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി. ഒരു ദിവസം ശരിക്കും 24 മണിക്കൂറാണ്. നമ്മൾ പലപ്പോഴും പറയാണ്ട് 24 മണിക്കൂർ. 24 × 30 എത്ര വരും? 24 × 30 720 ആൻസർ വരും. അപ്പോൾ ഈ ഫോർമാറ്റിൽ കണ്ടുപിടിക്കാം. വേറെയും ഒരു ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സമയമെടുത്ത് അത് നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ഈ ഒരു മെത്തേഡ് മതി ശരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ദിവസം എത്ര സഞ്ചരിക്കും? 24 മണിക്കൂറിൽ 24 × 30. നമ്മൾ പല വഴി പറഞ്ഞു കൊടുത്ത പ്രശ്നമാണ്.
അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങളോട് ഒരാൾ അല്ലേ ഒരു വഴി ചോദിച്ചു കഴിഞ്ഞാൽ പലരും ആദ്യം ഇങ്ങനെ പോയി അങ്ങനെ പോയി അപ്പുറം പോയി തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ മതി എന്ന് പറയും. അപ്പം നേരായ ഒരു അല്ലേ ഷോർട്ട് കട്ടൊക്കെ ഈസിയാണ്. പലപ്പോഴും നമുക്കത് പ്രശ്നം ഉണ്ടാവും. നമ്മളെപ്പോഴാണ് മെയിൻ എക്സാമിലേക്ക് പോകുമ്പോൾ ഇത്തരം കൺസെപ്റ്റ് പഠിക്കാതെ പോകുന്ന ആളുകൾക്ക് അത് ആൻസർ കിട്ടുകയില്ല. സംഭവം നമ്മളെന്താണ് ചലഞ്ചിലെ പൊടിക്കൈകളൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇത് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാവുന്ന ഒരു കാര്യമാണ്. ക്ലോക്കിലെ ഈ ഒരു ബേസിക് കൺസെപ്റ്റ് തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. രാവിലെ 5 മുതൽ വൈകിട്ട് 3 മണി അല്ലേ 3 വരെ മണിക്കൂർ സൂചി എത്ര കോണളവ് സഞ്ചരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ സഞ്ചരിച്ചു എന്നുള്ളത് എടുത്താൽ മതി കൃത്യമായിട്ട്. മണിക്കൂർ സൂചി എത്ര മണിക്കൂർ സഞ്ചരിച്ചിട്ടുണ്ടാവും? രാവിലെ 5 മുതൽ വൈകിട്ട് 3 വരെ. ശരിക്കും എപ്പോഴും പ്രശ്നമാണ് ഇങ്ങനെ വൈകിട്ട് രാവിലെ 5 ആളുകൾ ഇങ്ങനെ ആയിരിക്കും. രാവിലെ 5 മണി മുതൽ എത്ര മണിക്കൂർ കൂട്ടെ? 5 1 6 1 7 8 9 ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ? ഇത് എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ പണി വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണാൻ എന്നുള്ള റിസ്ക് അല്ലേ. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടെണ്ണം തമ്മിൽ കണക്ട് ചെയ്യാൻ ക്ലോക്കിലെ സമയം എപ്പോഴും ഞാൻ എന്താണ് റെയിൽവേ ടൈം ആക്കി വെക്കും. റെയിൽവേ ടൈം എന്ന് വെച്ചാൽ ഈ 3 മണി ഉച്ചയ്ക്ക് ശേഷമൊക്കെ 12 മണിക്ക് ശേഷമാണ്. 12 3 15 വരിക. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ആൻസർ തന്നെ ആയിരിക്കും. അതായത് 15 മണി വരെ 15 മണിന്ന് കൂട്ടിയാൽ മതി. 3 മണി 12 3 15. അപ്പോൾ 5 മണി മുതൽ 15 മണി വരെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? 5 to 15 ആണെങ്കിൽ 10 മണിക്കൂറാണ്. 10 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി സഞ്ചരിച്ച് നമ്മൾ ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുള്ളതാണ്. 10 × 30 300 ഡിഗ്രി വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. 10 × 30 300 ഡിഗ്രി. ഞാൻ ചേഞ്ചസ് വരുത്തുകയാണ് ക്വസ്റ്റ്യനിൽ. എത്ര പേര് ചെയ്യുന്നു നോട്ടെ ഞാനിവിടെ. ചേഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരു രാവിലെ ഒരു 7 മുതൽ ഞാൻ ചേഞ്ച് ചെയ്യട്ടോ ഇവിടെ രാത്രി 10 വരെ മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കുന്ന ചോദിച്ചു. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ആൻസർ കിട്ടുമോ നോക്കുക. ശരിക്കും രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെ എങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടും? 2 രീതിയിൽ കൂട്ടാം. നമുക്ക് റെയിൽവേ ടൈം കൂട്ടാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ലോജിക്കാണ്. ഓക്കെ, അങ്ങനെ കൂട്ടാം, കുഴപ്പമില്ല. നമ്മൾ റെയിൽവേ ടൈമിനെ ഷോർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇത് 7 അല്ലേ ഉള്ളത്. 10 എന്ന് പറയുമ്പോൾ 22 അല്ലേ വരിക? 22 അല്ലേ വരിക? ഏത് റെയിൽവേ ടൈം? നിങ്ങൾ റെയിൽവേ ടൈമൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളതിൻ്റെ ലോജിക്കൽ ആലോചിച്ച് നോക്കുക. കാരണം 12 പ്ലസ്സാണ് വരിക. 12 പ്ലസ് എത്രയാണോ ഉള്ളത്? 12 + 10 22. ഈ 22 ആവാൻ വേണ്ടി എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? 15 മണിക്കൂറില്ലേ? 7 15 മണിക്കൂർ കൊണ്ടല്ല 22 ആവും. 7 15 22 7 15 22 ആവും. ഇല്ലെങ്കിൽ വേറെ ഇതിൽ ചില ആളുകൾ ഇങ്ങനെ ആലോചിക്കും. ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. രാവിലെ 7 മുതൽ രാത്രി 7 വരെ 12 മണിക്കൂറാണ്. രാവിലെ 7 മുതൽ രാത്രി 7 വരെ 12 മണിക്കൂറാണ്. പിന്നെ ഒരു 3 കൂടി കൂട്ടിയാൽ പോരെ 10 മണിയാവണമെങ്കിൽ. അങ്ങനെ എടുക്കാം. രാവിലെ 7 മുതൽ രാത്രി 7 മണി വരെ 12 മണിക്കൂർ. അപ്പോൾ രാത്രി 7 പിന്നെ 10ലേക്ക് എന്താണ്? 7 10ക്ക് 3 മണിക്കൂർ 15 അങ്ങനെ എടുക്കാം. അപ്പോൾ ടോട്ടൽ 15 hours കൂടെ എത്ര വന്നിട്ടുള്ളത്? 15 × 30 എടുത്താൽ മതി. എത്ര ആൻസർ വരിക? 0 വരും. 13 15 3 15ൻ്റെ 3 ഇരട്ടി 45 വരും. 450 ഡിഗ്രി വരും കോണളവ്. ടോട്ടൽ ആംഗിൾ ഓഫ് അല്ലേ, അല്ലെങ്കിൽ ടോട്ടൽ ആംഗിൾ ഓഫ് അല്ലേ അവർ ഹാൻഡ് അല്ലേ ട്രാവൽഡ് ഇൻ 15 hours എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ക്ലോക്കിൻ്റെ ഒരു ബേസിക് കാര്യമാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ കൊടുത്ത നമ്പർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ എപ്പോഴും കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. മാത്സിൻ്റെ കോഴ്സ് മാത്രം നമ്മൾ 0 to Hero മാത്സ് കോഴ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ LDC കോഴ്സുകൾ നിങ്ങൾ പല പല സ്ഥലത്ത് ക്ലാസ്സുകൾ ഓഫ്ലൈനൊക്കെ പഠിക്കുന്നത്. അപ്പോൾ മാത്സ് മാത്രമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കാര്യം എന്തായാലും അടുത്ത വീഡിയോയിൽ അടുത്ത വലിയൊരു ചലഞ്ചുമായിട്ട് കാണാം. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ നമ്മളെന്താണ് തരുന്ന ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീട്ടമ്മമാർ ഒരുപാട് ആളുകൾ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്ത് പഠിക്കാൻ സമയമില്ല. അപ്പോൾ നമ്മൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും അങ്ങനെയാണ് ഒരുപാട് തിരക്കുകളുള്ള ഫാമിലിയുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കോച്ചിങ്ങിന് പോകാൻ പറ്റില്ല ഇപ്പോൾ. പിന്നെ ഉടനെ പല പ്രാവശ്യം പറഞ്ഞത് നമ്മൾ വീട്ടിൽ ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ 2018 മുതൽ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ നിർത്താതെ പോയിട്ടുള്ളത്. അപ്പോൾ ഇനി LDC എക്സാമിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്.
കമൻറ്റുകൾ തീർച്ചയായും ചെയ്യുക. കാരണം നിങ്ങളെ കമൻറ്റുകൾ ഇത്തരം ചാനലുകളൊക്കെ വളരുക. നമ്മളൊരു ടീം ആയിട്ട് സെറ്റ് ചെയ്യുന്ന പോലത്തെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ.